അധ്യാപനം ഞാൻ കുറേ വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ പഠിപ്പിക്കുന്ന സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻസ്, ഒരേ ആൻസേഴ്സ് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഈ ഒരു ആവർത്തന വിരസതയുണ്ടല്ലോ. പക്ഷെ മാധ്യമപ്രവർത്തനത്തിൽ ആ ഒരു ആവർത്തന വിരസതയിലും അവരുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റം, സമൂഹത്തിന്റെ വികസനത്തിനുള്ള കാര്യങ്ങൾ, രാജ്യത്തിന്റെ വികസനത്തിനുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ, അവർ ശരിക്കും കേൾക്കേണ്ട വാർത്തകൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഒന്ന് മറികടക്കുക എന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ ഉദ്ദേശമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന അതിഥി അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ തന്നെ എത്രയോ അബദ്ധങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് ഇദ്ദേഹത്തെ കീറി മുറിച്ച് നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ, ഇന്നിത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. മാത്രവുമല്ല, അത് കേട്ടിട്ട് വേറൊരു വ്യക്തിക്ക്, മൂന്നാമതൊരാൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പോകുന്ന വഴിയിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഇത്ര ലക്ഷം രൂപയുണ്ടെങ്കിലേ സർജറി നടക്കൂ, എൻ്റെ ജീവൻ അവിടെ തുലാസിൽ നിൽക്കുക. അപ്പോൾ അവിടെ എനിക്ക് ഈ തത്വശാസ്ത്രം ആപ്ലിക്കബിൾ ആവും. അവിടെ ഞാൻ ബില്ല് പേ ചെയ്തെങ്കിലേ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ എൻ്റെ ഒരു കാര്യം പറയുന്നതിലും എന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. ശ്രദ്ധിക്കുകയും നമ്മൾ പലപ്പോഴും പറയും, ഈ അമേരിക്കക്കാർ അല്ലെങ്കിൽ സായിപ്പുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കേർട്സി ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പം ഒരു ഫാമിലിയോടൊപ്പം അല്ലെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഹോട്ടലിൽ വരികയാണെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് ഫോൺ എടുത്തിട്ട് ആ മേശയിൽ അങ്ങ് മാറ്റിവെക്കും. വളരെ എമർജൻസി ആയിട്ടുള്ള കോൾ അല്ലാതെ അവരെ തൊടില്ല. അത് ആ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ അവർ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 മൊബൈൽ എടുത്ത് 5 ലോകത്തായി. സംവിധാനത്തിലെ പിഴവുകളെ ഓഫ് കോഴ്സ് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ചിലപ്പോൾ അതിന് പിന്നിൽ വ്യക്തികളായിരിക്കും ഉള്ളത്. നമ്മൾ അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളിനെ ആക്രമിക്കുകയല്ല, പക്ഷേ ഇന്ന സിസ്റ്റത്തിൽ ഇന്ന പിഴവുണ്ട്, അത് തിരുത്തപ്പെടണമെന്ന് ശക്തമായി ഞാൻ എപ്പോഴും പറയാറുണ്ട്. മീൻസ് അതൊരു നെഗറ്റീവായ രീതിയിലോ ഒന്നുമല്ല, ഒരു ക്രിറ്റിസിസമായിട്ടോ ഒന്നുമല്ല. പക്ഷേ വ്യക്തിപരമായ ക്രിറ്റിസിസം ഒരിക്കലും ആരെയും നമ്മൾ ചെയ്യില്ല. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫിനിറ്റ് പ്ലസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, നമ്മൾ പ്രഭാതത്തിൽ ന്യൂസ് കാണുമ്പോൾ ഏറ്റവും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, സുന്ദരമായ മുഖത്തോടുകൂടി വരുന്ന ഒരു മുഖമാണ്. സ്വാഗതം ചെയ്യാം ക്രിസ്റ്റ്യന ചെറിയാൻ. വെൽക്കം. താങ്ക് യു. ആദ്യം ജേർണലിസത്തിൻ്റെ വഴിയിലായിരുന്നില്ല, മാധ്യമപ്രവർത്തകയായിരുന്നില്ല, മറ്റൊരു ജോലി. എന്തായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു? ഞാൻ അധ്യാപികയായിരുന്നു. അപ്പോൾ കുറേ കാലം ഈ പറയുന്ന പോലെ സാമ്പത്തിക ശാസ്ത്രം കുട്ടികളെ പഠിപ്പിച്ചു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസവും അധ്യാപനവും കറക്റ്റീവ് ഫോഴ്സസ് ആണ്. സമൂഹത്തെ തിരുത്തുക അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് നല്ല കുട്ടികളായി വളർത്തുക എന്ന് പറയുന്നത് അധ്യാപനത്തിൽ ചെയ്യുന്നു. മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിലിൽ സമൂഹത്തിൽ ഈ കറക്റ്റീവ് ഫോഴ്സായിട്ട് തീരുന്നു. അപ്പോൾ അധ്യാപനം ഞാൻ കുറേ വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ പഠിപ്പിക്കുന്ന സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻസ്, ഒരേ ആൻസേഴ്സ് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഈ ഒരു ആവർത്തന വിരസതയുണ്ടല്ലോ. പക്ഷെ മാധ്യമപ്രവർത്തനത്തിൽ ആ ഒരു ആവർത്തന വിരസതയിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകളാണ് വരുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ ആ ഒരു ആവർത്തന വിരസത വരുന്നില്ല. ഓരോ ദിവസവും ഓരോ പുതിയ വാർത്തയാണ്. മാത്രവുമല്ല, നമ്മുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളായിരിക്കും. അടുത്ത വർഷവും വീണ്ടും 30 കുട്ടികൾ, പല ഡിവിഷനിൽ ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. പക്ഷേ ഒരു ലാർജ് സ്കെയിൽ സമൂഹത്തിന് നല്ലതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ എന്നുള്ള തോന്നലിലാണ് അധ്യാപനം പാതി വഴിയിൽ ഒന്ന് നിർത്തിയിട്ട്, ഉപേക്ഷിച്ചിട്ടെന്ന് ഞാൻ പറയില്ല. എപ്പോഴും നമ്മുടെ അക്കാഡമിക് ഫീൽഡ് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അത് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ അത്തരത്തിലൊരു അക്കാദമിക മേഖലയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയും ഇല്ലാതില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുതുമ, ഈ ഒരു പാഷൻ, അതാണ് നമ്മളെ ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത്. അതേ ഒരു റിസർച്ച് പാറ്റേൺ ഇതിലും തുടരാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ കാര്യങ്ങൾ ആൾക്കാരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അത് കൃത്യതയോടുകൂടെ ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റിവിറ്റിയിലെ കേന്ദ്രീകരിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആൾക്കാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ, ഒരാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കാണ്. ഇപ്പം മാധ്യമപ്രവർത്തനത്തിലാണെങ്കിൽ തന്നെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും പോസിറ്റീവായിട്ടുള്ള, മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്തുന്ന,
കാര്യങ്ങൾ ചെയ്യുക എന്നതിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ജേർണലിസമാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങൾ, പേഴ്സണൽ ഫിനാൻസ്, ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റം, സമൂഹത്തിൻ്റെ വികസനത്തിനുള്ള കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ വികസനത്തിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ നമ്മൾ നിലവിൽ ഈ പറയുന്നത് പോലെ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ, അവർ ശരിക്കും കേൾക്കേണ്ട വാർത്തകൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഒന്ന് മറികടക്കുക എന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ ഉദ്ദേശമാണ്. കാരണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേൾക്കുമ്പോൾ അതിൽ നമ്മളെ മെച്ചപ്പെടുത്തുന്ന, നമുക്ക് എന്തെങ്കിലും മൂല്യം തരുന്ന എത്രത്തോളം വാർത്തകൾ ഉണ്ട് എന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. കാരണം മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ് കൊടുക്കാൻ നിർബന്ധിതരാകുന്നത്? ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ അവർക്ക് കാണാൻ എന്താണോ താല്പര്യം അത് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ ആ കാണേണ്ടത് എന്താണ് എന്ന് പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ മാധ്യമപ്രവർത്തകർക്കുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഈ വാല്യൂ പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്. ആളുകളിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മൂല്യം എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യം എത്തിക്കുക. അവർക്ക് ഇപ്പോൾ സേവിങ്സിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം, മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, മാറ്റേണ്ട ഒരു കാര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ച് അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂഹത്തെ ആ രീതിയിൽ മാറ്റും. ഇതൊരു ചെറിയ കല്ലെടുത്തിടുന്നത് പോലെയാണ്. അപ്പോൾ അതൊരു ചെറിയ ഓളം ഉണ്ടാക്കി എൻ്റെ ഒരു പ്രതീക്ഷ ഇത്തരം നല്ല പോസിറ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്ന വാർത്തകളൊക്കെയായി കാത്തിരിക്കുന്ന ഒരു സമൂഹം, ഒരു തലമുറ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലത്ത് എത്രത്തോളം പോസിറ്റീവാണ്, പ്രത്യേകിച്ചും ഓൺലൈൻ മീഡിയാസ് വളരെയധികം സജീവമാകുന്ന ഈ സമയത്ത് അവർ ഈ മാസിൻ്റെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ഇത് എത്രത്തോളം ഫലവത്തായി നടപ്പിലാക്കാൻ പറ്റും? ഞാൻ ഈ പറയുന്ന ഞാൻ ചെയ്യുന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാല്യൂ പ്ലസ് എന്ന് പറയുന്ന ഒരു സീരീസ്, അത് നമ്മൾ ഡിജിറ്റൽ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിപ്പോൾ 120-ലേറെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ അതിഥികളോടും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് ആ ആൾ പറയുന്ന ഉത്തരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ആ ആളിലേക്ക് ഒരു വാല്യൂ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല, പക്ഷേ കണ്ട കുറച്ച് അധികം എപ്പിസോഡ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അതിഥിയാണല്ലോ, അപ്പോൾ ആ അതിഥിയെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ സർജറി നടത്തിക്കൊണ്ടിരുന്നത് എന്താ പറയുന്നത്, ഒരു അനസ്തേഷ്യ പോലും ഇല്ലാതെ ഏറ്റവും വേദന കൊടുത്തുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും മിനിമലി ഇൻവേസീവ് സർജറി ആണുള്ളത്. വളരെ ചെറിയ മുറിവുണ്ടാക്കി, അല്ലെങ്കിൽ വളരെ ചെറിയ വേദനയിൽ എത്രയും പെട്ടെന്ന് സുഖപ്പെടുന്ന രീതിയിലാണ് ആ ശസ്ത്രക്രിയ നടത്തപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ്, നമ്മൾക്ക് ഒരാളിനെ കീറി മുറിക്കാതെ, വളരെ എന്താ പറയുന്നത്, ഒട്ടും പെയിൻഫുൾ ആക്കാതെ ആ വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തിയുടെ അനുഭവ പരിചയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ആ വ്യക്തി എൻ്റെ ശത്രുവല്ല. അപ്പോൾ ആ വ്യക്തിയുടേതായിട്ടുള്ളൊരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി പ്രവർത്തിച്ച ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നിന്ന് അവർ ആർജിച്ചെടുത്ത ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവ് ഏത് രീതിയിലാണോ ഈ കാഴ്ചക്കാരനിലേക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരിയിലേക്ക് എത്തിക്കാനാകുന്നത്, അതാണ് നമ്മൾ ചികഞ്ഞു നോക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന അതിഥി, അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ തന്നെ എത്രയോ അബദ്ധങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് ഇദ്ദേഹത്തെ കീറി മുറിച്ച്, നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ, ഇന്നിത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. മാത്രവുമല്ല, അത് കേട്ടിട്ട് വേറൊരു വ്യക്തിക്ക്, മൂന്നാമതൊരാൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഒരു പ്രയോജനം ഉണ്ടാകും. അതെ. അതേസമയം ആ വ്യക്തിയോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ അങ്ങയുടെ അനുഭവ പരിചയത്തിൽ നിന്ന് ഈ മേഖലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി എന്ന നിലയിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ AI വരുന്നുണ്ട്, അപ്പോൾ ആ AIയെ നേരിടാൻ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഓരോരോ ക്യാപ്സ്യൂളായിട്ട് ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതിനപ്പുറമായി ആ വ്യക്തിയുടെ വ്യക്തിജീവിതം ചെയ്യുകയോ, ഈ പറയുന്ന പോലെ അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ വീണ്ടും കുത്തിപ്പൊക്കുകയോ, അദ്ദേഹത്തെ എന്താ പറയുന്നത്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റൂമിലിരുത്തുന്നത് പോലെ കീറി മുറിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു മേഖല അതല്ല. അത് ചെയ്യുന്നവരോട് വിയോജിപ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള കണ്ടന്റിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 120 എപ്പിസോഡുകൾ ഒരു ക്ലിക്ക് ബൈറ്റോ ഒരു വിവാദമോ ഇല്ലാതെ നമ്മളത് കൊണ്ടുപോയി, അതിൽ തന്നെ ഒരുപാട് റീലുകൾ, ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട റീലുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു 25 to 45 വയസ്സുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പം എനിക്ക് ആ തലമുറയിൽ പ്രതീക്ഷയുണ്ട്. അപ്പം ഇനി വരുന്ന തലമുറ, എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റി, ഗോസിപ്പുകൾ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രത്യാരോപണങ്ങൾ, അതിലേക്കൊക്കെ അവർ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവരവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു തലമുറയാണ് അവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ തലമുറ വരുമ്പോൾ
പതുക്കെ കാര്യങ്ങൾ മാറി തുടങ്ങി. തീർച്ചയായും. പക്ഷേ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് മുഖ്യധാരയിലേക്ക് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ടാവാം. പക്ഷെ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും അത്രത്തോളം ആശാസ്യമല്ല. പക്ഷേ AI നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ AI നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ പഠിക്കേണ്ട സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് നമ്മൾ പഠിക്കുന്നുമില്ല. അപ്പം ഈ രണ്ട് ഏറ്റക്കുറച്ച് ടെക്നോളജിക്കലി നമ്മൾ ബ്രില്യൻ്റ് ആകുമ്പോൾ തന്നെ മറ്റ് സൈഡിൽ നമ്മൾ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഇത് ഈ തീവ്രവാദിയുടെയൊക്കെ കയ്യിൽ ആറ്റം ബോംബ് കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകില്ലേ? അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ AI എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, നമുക്ക് ടൈം ചെയ്തെടുക്കാവുന്ന, നമുക്ക് വഴക്കിയെടുക്കാവുന്ന കാര്യമാണ് നിലവിൽ AI. ഇനിയിപ്പോൾ അതൊരു ജനറേറ്റീവ് AIയിലേക്ക് പോകുമോ, ഏത് രീതിയിലാകുന്ന AIയിലുള്ള എക്സ്പേർട്സിന് പോലും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പം തന്നെ ഒരു ഹ്യൂമനോയിഡ്സിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കുമോ, ഞങ്ങളെ നശിപ്പിക്കുമോ എന്ന് മനുഷ്യർ ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്ന ആ ഒരു ഹ്യൂമനോയിഡ് ചോദിക്കുന്നത്, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്, നിങ്ങളല്ലേ ഞങ്ങളുടെ സ്രഷ്ടാക്കളെ, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്ന ആ ഒരു ലെവലാണ്. അതുപോലെ നമ്മുടെ ജോലികളൊക്കെ ഒരുപാട് ഈസി ആക്കി തരുന്നുണ്ട്. അത് ഈ പറയുന്ന പെർപ്ലെക്സിറ്റി ആണെങ്കിലും ChatGPT ആണെങ്കിലും ഒക്കെ അത് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് അതിൽ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുമ്പം, ഇപ്പം ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റിനെ അത് മാറ്റിത്തരികയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റൊരാൾ കൊടുക്കുന്ന ആ ഇൻപുട്ട് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. നിലവിലെ അവസ്ഥയിൽ നമ്മളാണ് അവയെ നിയന്ത്രിക്കുന്നത്. പക്ഷേ തിരിച്ച് AI നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ഇപ്പൊ തന്നെ ഈ പറയുന്നത് പോലെ മറ്റൊരു ഭാഗവുമുണ്ട്. ഡീപ് സീക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഡീപ് ഫേക്ക് പോലെയുള്ള ഒരുപാട് വ്യാജ വീഡിയോകൾ, നുണപ്രചാരണങ്ങൾ. ഇപ്പൊ തന്നെ നമുക്കറിയാം PIB ഒരു 3-4 മണിക്കൂറിൽ 9-10 വീഡിയോകളാണ് ഫാക്ട് ചെക്കിൽ കൂടെ ഇത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു കണ്ടന്റ് അത് ശരിയാണോ തെറ്റാണോ അറിയുന്നതിന് മുമ്പ് ഇവരത് ഫോർവേഡ് ചെയ്ത് കഴിയും. പിന്നെ ഈ പറയുന്നത് പോലെ ഇന്റർനെറ്റിൽ വരുന്ന ഒഡീഷയിൽ ഒരു ജഡ്ജി പറഞ്ഞ ഒരു ജഡ്ജ്മെന്റിലുണ്ട്, ഒരു കണ്ടന്റ് അത് ഇന്റർനെറ്റിലേക്ക് ഒരു തവണ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേസ്റ്റിൽ നിന്ന് ടൂത്ത് പേസ്റ്റിൽ നിന്ന് ആ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വന്ന അതേ രൂപത്തിൽ നമുക്ക് തിരിച്ചാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇത് എവിടെയെങ്കിലും കാണും. പിന്നെ നമുക്ക് സ്വകാര്യത എന്ന് പറയുന്നത് ഇപ്പം ഇല്ലല്ലോ. നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രണ്ടും കൂടെ പറയുക നമുക്ക് നാളെ ഇന്ന ഷൂസ് മേടിച്ചിരുന്നത് നല്ലതായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സജഷൻസ് വരുന്നത് ആ ഐറ്റത്തെ കുറിച്ചാണ്. അപ്പം മെഷീൻ ലേണിംഗ് അത്രയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്നിലും ഒരു പ്രൈവസി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി എത്രയും പൊക്കോട്ടെ, പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ മൂല്യബോധം കൂടി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ തട്ടിങ്ങനെ പൊങ്ങിയിരിക്കും, മറ്റേ തട്ട് താഴ്ന്നിരിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ വലിയ ഡേഞ്ചറസ് ആകും കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത്, ഒട്ടും കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക അല്ലെങ്കിൽ വളരെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത് അധ്യാപകരാണെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള മുതിർന്നവരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ചുമതലയാണ്. അങ്ങനെ ഒരു മൂല്യബോധമുള്ള ഒരു സമൂഹമാണെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവരത് ഈ വേസ്റ്റിനെ നല്ല വസ്തുക്കളാക്കി ഉണ്ടാക്കുന്നത് പോലെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ചെറിയ കാര്യമല്ല, നമുക്കത് നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ടോട്ടലായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഭരണകർത്താക്കളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഒന്നിച്ച് നിന്നൊരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് വരത്തുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ തന്നെ മാറ്റം വരേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ ഒരു വലിയ മടിയുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് താങ്ക്സ് പറയുക. അപ്പോൾ ഞാൻ ചില ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ബയോമെട്രിക് സിസ്റ്റം മാത്രമാണ് നമ്മളോട് താങ്ക് യു എന്ന് പറയുന്നത്. വേറെ ഒരു കാര്യത്തിനും നമുക്കൊരു താങ്ക്സ് കിട്ടില്ല. അപ്പോൾ അതുപോലെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഇതിനെന്തിനാണ് നമ്മൾ താങ്ക്സ് പറയുന്നത്. പക്ഷേ കാശ് കൊടുക്കുന്ന ആ സാധനം, നല്ല സാധനം നമുക്ക് ആ വ്യക്തി തരുമ്പോൾ തീർച്ചയായിട്ടും ഒരു താങ്ക്സ് പറയാം. അതുപോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ മാതാപിതാക്കൾ അതൊരു ഫോർമാലിറ്റി ആണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരു ഫോർമാലിറ്റി അല്ല. നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മളൊരു താങ്ക്സ് പറയുമ്പോൾ ശരിക്കും നമ്മളിലുള്ള പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് ചെല്ലുകയും ആ വ്യക്തിയിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് മറ്റുള്ള വ്യക്തിയിലേക്ക് പാസ് ഓൺ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ വിദേശ രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കടയിലും അതൊരു പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിക്കോട്ടെ, കാണുമ്പോൾ തന്നെ നമ്മളോട് ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു, നമ്മളോട് താങ്ക്സ് പറയുന്നു, ടേക്ക് കെയർ എന്ന് പറയുന്നത് അവർക്ക് എന്താ ആവശ്യമുള്ളത്, നമ്മളോട് നമ്മളെ വഴിയെ പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ തന്നെ വളരെ
പ്രഗത്ഭരായിട്ടുള്ള സമൂഹത്തിലെ ആൾക്കാർ എന്നെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയുടെ അടുത്തും രാവിലെ ചേട്ടനും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമോ എന്ന് ചോദിച്ചു. ഗുഡ് മോർണിംഗ് പറയണമെന്നില്ല. ഗുഡ് മോർണിംഗ് പറയുന്നതിൽ എന്താ തെറ്റ്? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടൊരു ഫീൽ ആണ്. ഒന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് അറിയുന്നത്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മളിപ്പോ സായിപ്പിൻ്റെതാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു റൂട്ടും അതിന്റെ തടിയും എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമായിരിക്കണം. അതേസമയം അതിന്റെ ബ്രാഞ്ചസ് നമുക്ക് നല്ല കാര്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും, അപ്പൊ ആ വൃക്ഷത്തിന്റെ മനോഹരമായ ബ്രാഞ്ചുകൾ, അതിന്റെ പൂക്കൾ, അതിന്റെ ഫലങ്ങൾ, ഇതൊക്കെ നമുക്ക് മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് എടുക്കാം. പക്ഷെ നമ്മുടെ ഈ പറയുന്ന തായ്തടിയും തായ്വേരും അറുത്ത് മാറ്റരുത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ചിലപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം ഇതങ്ങ് അറുത്ത് കളഞ്ഞിട്ട് പിന്നെ അങ്ങ് വികസനം മറ്റ് സംസ്കാരങ്ങളിലേക്ക് നമ്മൾ ടോട്ടലി മാറും. അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ആ ആളിന് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. ഇനിയിപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ തന്നെ വീർത്ത് കെട്ടിയ മുഖവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി, എന്താണ് ആ വ്യക്തി മറ്റൊരാളിലേക്ക് ശരിക്കും എന്തെങ്കിലും ഒരു ആവശ്യം പറയാൻ വരുന്ന ഒരാളായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രാൻഡ് ലേബലാണ്. ആ ചിരി കാണുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു അടുപ്പം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. ഒരാവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മളോട് തുറന്നു പറയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലർക്കെങ്കിലും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ, അത് നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പം ഇഷ്ടപ്പെടാത്ത, ഇപ്പോൾ എനിക്ക് ബീൻസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തിലല്ലേ ഞാൻ ഇരിക്കുന്ന തീൻമേശയിൽ ബീൻസ് പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞ പോലെ നിങ്ങളെ എതിർക്കുന്നുണ്ടാവാം, പക്ഷേ എന്റെ മരണം വരെ നിങ്ങളെ അത് പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണാം, പക്ഷെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അവരാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ചെയ്തു എന്ന് നമ്മളൊന്ന് വിലയിരുത്തുക. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരേ ലെവലിലുള്ള കോളീഗ്സിനോട് മാത്രം നമ്മളത് പറഞ്ഞാൽ മതി, അല്ലെ നമ്മുടെ നിലവാരത്തിലുള്ള ആൾക്കാരോട്. അതല്ല, ഞാൻ കയറി ചെല്ലുമ്പം ഞങ്ങളുടെ ഓഫീസിലെ സെക്യൂരിറ്റി ചേട്ടൻ വളരെ സന്തോഷത്തോടെ ഒരു ഗുഡ് മോർണിംഗ് വരാം, അല്ലെ ഒന്ന് വാതിൽ തുറന്നു തരും. അപ്പോൾ അദ്ദേഹത്തോടൊന്ന് ചിരിക്കുക, സുഖമാണോ, അയ്യോ എന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു സന്തോഷം. ഒരു നല്ല കാര്യം പറയുമ്പോൾ അദ്ദേഹത്തോട് അയ്യോ താങ്ക് യു കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇതെന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്, ഇത് എനർജിയാണ്. അപ്പോൾ ആ എനർജി എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കോൺസെപ്റ്റ്. ഇത്തരം ഒരു പ്രോഗ്രാമിന്റെ കോൺസെപ്റ്റ് എവിടെ നിന്നാണ്? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസൽ എന്ന് പറയുന്ന ഒരു ആളുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അദ്ദേഹം ഇപ്പം മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയാണ്. അപ്പോൾ ഫസൽ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആശയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ്. ഇപ്പം നമ്മൾ സംവിധാനത്തിലെ പിഴവുകളെ ഓഫ് കോഴ്സ് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ചിലപ്പോൾ അതിന് പിന്നിൽ വ്യക്തികളായിരിക്കും ഉള്ളത്. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളിനെ ആക്രമിക്കുകയല്ല, പക്ഷേ ഇന്ന സിസ്റ്റത്തിൽ ഇന്ന പിഴവുണ്ട്, അത് തിരുത്തപ്പെടണമെന്ന് ശക്തമായി ഞാൻ എപ്പോഴും പറയാറുണ്ട്. മീൻസ് അതൊരു നെഗറ്റീവായ രീതിയിലോ ഒന്നുമല്ല, ഒരു ക്രിറ്റിസിസമായിട്ടോ ഒന്നുമല്ല. പക്ഷേ വ്യക്തിപരമായ ക്രിറ്റിസിസം ഒരിക്കലും ആരെയും നമ്മൾ ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഈ ആശയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് നമുക്ക് ആൾക്കാർക്ക് പ്രയോജനം, അപ്പം നമ്മൾ ഇതുപോലെ സംസാരിക്കും, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ അത് എത്രത്തോളം ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള എവിടെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പം നമ്മൾ ഈ ആത്മഹത്യകളുടെയൊക്കെ വാർത്ത വായിക്കും, ഡിവോഴ്സുകളുടെ കാര്യങ്ങൾ കേൾക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് കോസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു സാമ്പത്തികമായ കാരണം കാണും. അപ്പോൾ ചിലപ്പോൾ അവരുടെ മണി മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരെ കിട്ടുന്ന ഒരു 10,000 രൂപ കിട്ടുന്ന ആളിനും ഒരു ചെറിയ തുക സേവ് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെ സമ്പാദ്യം മുഴുവൻ അല്ലെങ്കിൽ കടം വാങ്ങിച്ചൊരു സർജറിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം മലയാളിക്ക് വേണം. നമ്മൾ ഈ പറയുന്ന പോലെ ലിറ്ററസിയിൽ വളരെ മുന്നിലാണ്, അതേസമയം സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവുമാണ്. എനിക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും ഈ പറയുന്ന RBIയുടെ ഒരു പോളിസി വന്നാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ബജറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുക. അപ്പം ഞാൻ ഇക്കണോമിക്സ് പഠിച്ചത് കൊണ്ടൊന്നുമല്ല, ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് വരുന്ന പണം, അതുപോലെ പൈസ സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് മലയാളികൾക്ക് പൊതുവേ ഒരു ബോധമുണ്ട്. പൈസ സമ്പാദിക്കുക, ഒരു സംരംഭം തുടങ്ങുക, അത്രയും പേരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. നമുക്കറിയാം ഈ നോഹയുടെ പേടകം പോലെയാണ്, അതിനകത്ത് നത്തും നരിച്ചീറും മൂങ്ങയും മുയലും മാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരെ ഒന്നിച്ചു കൊണ്ടുപോയി ഒരു സംരംഭം, അതൊരു ആശയം എന്ന് പറയുന്ന ആ വിത്തിൽ നിന്ന് ഇതെല്ലാം പ്രായോഗികമാക്കി ഇയാൾ മുള്ളുള്ള വഴിയിൽ കൂടെ ഒക്കെ നടന്നിട്ടാണ് അദ്ദേഹത്തിന്റെ സ്കിൽ ഉപയോഗിച്ച് ഈ പണം ഉണ്ടാക്കുന്നത്. അപ്പൊ നിയമപരമായ രീതിയിൽ ഒരു തെറ്റും ചെയ്യാതെ പണം ഉണ്ടാക്കുന്ന ഒരു സ്കില്ലാണ്, അത് നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. അപ്പൊ ഞങ്ങളുടെ ഒരു ഐഡിയ കൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നത്. അതെ, പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഉണ്ടാക്കുന്നവരെന്തോ
ഉടായ്പകളാണ്. അവരെന്തോ കുരുത്തക്കേട്, ഇൻഹറന്റ് കുരുത്തക്കേട് അവർക്കുണ്ട്. അപ്പൊ ആ ഒരു കുരുട്ടുബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ചൂഷകരാണ്. അതെ അതെ, കാശുള്ളവരെല്ലാം നമ്മളെ ചൂഷണം ചെയ്യുന്നവരാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ വാല്യൂ പ്ലസ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കും. സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതവുമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയും ഇതിനു വേണ്ടിയിട്ട് എത്രമാത്രം പെയിൻ സഹിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മുടെ ഫ്രഷ് ഹോമിലെ സാറിനോട് സംസാരിക്കുമ്പോൾ സാറ് പറയായിരുന്നു, ഒരു കാലത്ത് അദ്ദേഹം വെളുപ്പിന് 3 മണിക്കൊക്കെ ശരീരം മുഴുവൻ കൊതുകുകടി കൊണ്ട് ഈ മീൻകടയുടെ മുമ്പിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്, പിറ്റേ ദിവസം ആദ്യം വരുന്ന ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഒരു നല്ല കാറിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ ഓ വലിയ ചൂഷകനായ, അതായത് എന്നെ ചൂഷണം ചെയ്യാൻ. പക്ഷെ എനിക്ക് ആ കേസിൽ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണുള്ളത്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിലുള്ളത് സംരംഭകത്വ ശേഷിയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാകാം, അത് കടമെടുത്തതാകാം, സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുന്നതാകാം, ആ ആളിന് സ്കില്ലുണ്ട്. അപ്പോൾ അയാൾ ആ രീതിയിൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് എടുക്കുമ്പോൾ ഞാൻ എന്നെ കാണുന്നത്, ഞാൻ അവിടെ ഇപ്പം 24-ൽ ഞാൻ ജോലി ചെയ്യുമ്പം ഞാൻ എന്നെ കാണുന്നത് ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ടാണ്. ശരിക്കും 24-ൽ പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർ അവർ വിചാരിക്കുന്നതിലും എളുപ്പം എനിക്ക് ആ സ്ഥാപനത്തെ നശിപ്പിക്കാൻ പറ്റും. സോ ഞാൻ എന്നെ ചിന്തിക്കുന്നത്, ഞാൻ അതൊരു എന്താ പറയുന്നത് വർക്കിംഗ് പാർട്ട്ണറാണ്. അപ്പോൾ അതൊരു എംപ്ലോയി മൈൻഡ് സെറ്റും ഉണ്ട്, എംപ്ലോയർ മൈൻഡ് സെറ്റും ഉണ്ട്. എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എപ്പോഴും വിചാരിക്കുന്നത് ഇയാൾ എന്നെ രാവിലെ ചൂഷണം ചെയ്യാൻ വരികയാണ്, അല്ലെങ്കിൽ ഇവർ ഞങ്ങളെ കുറേ കാശുള്ള ആൾക്കാരാണ്, ഇവർ കാശിറക്കിയിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്നൊരു തോന്നലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അഡീഷണലായിട്ട് ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ള ചെറിയ വിഷമം ഉണ്ടാകും. എന്നാൽ പോലും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. പാഷനോടുകൂടി നമ്മൾ അവിടെ ചെന്നതിന് ശേഷം എത്രയോ പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ മെച്ചപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനും ഫസലും കൂടെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആവശ്യമാണ്, നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ആദ്യത്തെ 1 അവറിൽ 1 lakh ക്രോസ് ചെയ്തു. അത് വളരെ നന്നായിട്ട് ആൾക്കാർ സ്വീകരിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 1 million ക്രോസ് ചെയ്തതായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് തന്നെ. ഷാരിഖ് ഷംസുദ്ദീൻ്റെ. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യങ് പേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഈ പറയുന്നത് പോലെ ഷാരിഖിന് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റും, അവരെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന പോലെ സമ്പാദിക്കുന്ന പൈസയെല്ലാം കൊണ്ട് വെറുതെ കളയുകയല്ല, പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് അദ്ദേഹം പറയും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ചിന്തിക്കുന്നത് നമ്മുടെ വരവ് മൈനസ് ചെലവ് സമം സേവിങ്സ് എന്നാണ്. അപ്പോൾ ഷാരിഖ് തിരിച്ചാണ് പറയുന്നത്, വരവ് മൈനസ് സേവിങ്സ്, ബാക്കിയുള്ളതാണ് നമ്മൾ ചെലവഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റൊരാളിനെ സാമ്പത്തികമായി ഡിപ്പെൻഡ് ചെയ്യാതെ, ഈ പറയുന്നത് പോലെ മലയാളി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആശുപത്രി ചെലവ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സർക്കാർ ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ കാശ് ഇന്ന് വരും പോകും, ലളിത ജീവിതമാണ് നല്ലതെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാ ഇങ്ങനെ കാശുണ്ടാകുന്നത്? അതെ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പോകുന്ന വഴിയിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഇത്ര ലക്ഷം രൂപയുണ്ടെങ്കിലേ സർജറി നടക്കൂ, എൻ്റെ ജീവൻ അവിടെ തുലാസിൽ നിൽക്കുക. അപ്പോൾ അവിടെ എനിക്ക് ഈ തത്വശാസ്ത്രം ആപ്ലിക്കബിൾ ആവും. അവിടെ ഞാൻ ബില്ല് പേ ചെയ്തെങ്കിലേ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ എൻ്റെ കാര്യം പറയുന്നതിലും എന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതെനിക്കൊരു സഹായമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് സേവിങ്സ്, പലപ്പോഴും നമ്മൾ 40കളിലും 45കളിലും ഒക്കെയാണ് റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോവും. അപ്പോൾ നമുക്കറിയാം 70-75 വയസ്സുള്ള ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ നല്ല വെയിലത്ത് ഇപ്പോഴും അധ്വാനിക്കുന്നവരുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴേ ആ ബോർഡും പിടിച്ചുകൊണ്ട് ആ വെയിലത്ത് നിൽക്കുന്ന മനുഷ്യർ ഒരു 65-70 വയസ്സുള്ള മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് അവർ ആ ഏജിലും ജോലി ചെയ്യുന്നത്? ഒന്നുകിൽ ഇൻസെക്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്കും ഈ പറയുന്ന പോലെ മക്കൾക്കും അവരെ നോക്കാനുള്ള സാമ്പത്തികം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു കാലത്ത് കുറച്ച് പൈസയൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കൊരു എക്സ്ട്രാ ഇൻകം ആയിട്ടത് മാറിയേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് ആൾക്കാരുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, ലഹരിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യം, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മളത് എന്താ പറയുക കൺസീവ് ചെയ്തത്. അതെന്തായാലും വളരെ നന്നായിട്ട് കുറേ എപ്പിസോഡുകൾ പോയി. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകൾ, അതായത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഗസ്റ്റുകളാണോ ആ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും എന്താ പറയുന്ന ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കാഴ്ചക്കാരുടെ എണ്ണവും കുറഞ്ഞെന്നിരിക്കും. പക്ഷേ ഈ പറയുന്ന 120 എപ്പിസോഡുകൾ അത് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മളത് ഇംഗ്ലീഷിലും കൂടെ തുടങ്ങാൻ പോവുകയാണ്. അതൊരു പാൻ ഇന്ത്യൻ സീരീസ് ആക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള
ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു ജേർണിയിൽ നമ്മളും യാത്ര ചെയ്യുക എന്ന അടുത്ത ആ ഒരു ഇതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതാണായിട്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 or 3 ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ശരിയാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മളെ ഓരോ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ ഹരമായിട്ടുള്ള ഒരാളാണ്. യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് തന്നെ മാറിപ്പോവുക. ഇപ്പോൾ ചിലർ പറയും, എന്തിനാ ഈ പറയുന്ന കാശ് ചിലവാക്കി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്, അവിടെ എന്തിരുന്നിട്ടാ നമുക്ക് ഇവിടെ മനോഹാരിത ഇല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മനോഹാരിത മാത്രമല്ലല്ലോ കാണുന്നത്. നമ്മൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുതിയ ആൾക്കാരെ കാണുന്നു, അവരുടെ ഒരു പുതിയ സംസ്കാരം, പുതിയ ഭക്ഷണ രീതികൾ, അവിടെയുള്ള ഡെവലപ്മെന്റ്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ US പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഒരു സിറ്റി പ്ലാനിങ് എന്ന് നമുക്ക് മനസ്സിലാവും, എങ്ങനെയാണ് അവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പലരും ഞാൻ ഈ ഹോട്ടലിൽ ചെല്ലുമ്പം ശ്രദ്ധിക്കുകയും, നമ്മൾ പലപ്പോഴും പറയും ഈ അമേരിക്കക്കാർ അല്ലെങ്കിൽ സായിപ്പുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കേർട്സി ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പം ഇവർ ഫാമിലിയോടൊപ്പം അല്ലെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഹോട്ടലിൽ വരികയാണെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് ഫോൺ എടുത്തിട്ട് ആ മേശയിൽ അങ്ങ് മാറ്റിവെക്കും. വളരെ എമർജൻസി ആയിട്ടുള്ള കോൾ അല്ലാതെ അവരെ തൊടില്ല. ആ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ അവർ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 മൊബൈൽ എടുത്ത് 5 ലോകത്തായിരിക്കും. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ചില ചിലപ്പോൾ യൂട്യൂബിലോ റീൽസോ കണ്ടുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ പുറത്തേക്ക് പോയി. അതുപോലെ അവിടുത്തെ പലതരത്തിലുള്ള നിർമ്മിതികൾ, ഇപ്പോൾ നമുക്ക് പല ഏരിയയിൽ ചെല്ലുമ്പോൾ പല ആർക്കിടെക്ചർ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന് അവർ ഉപയോഗിക്കുന്ന രീതികൾ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ചിന്ത തന്നെ വികസിക്കുകയും നമ്മുടെ ഔട്ട്ലുക്ക് ബ്രൈറ്റൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം യാത്ര ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ SGK സന്തോഷ് ജോർജ് കുളങ്ങര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് ആണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ആ ഇൻ്റർവ്യൂ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. 2 രവി പിള്ള സാറ്. അപ്പോൾ രവി പിള്ള സാറിനെ നമ്മൾ കാണാൻ പോകുമ്പം എൻ്റെ കഴുത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ വയ്യാത്ത രീതിയിൽ കഴുത്ത് വെട്ടിയിരിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാറ് നേരിട്ട് വന്നിട്ട് ആ ക്രൂവിലെ മുഴുവൻ ആൾക്കാരെയും ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് വന്ന് നമ്മുടെ മുഴുവൻ ക്രൂ മെമ്പേഴ്സിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തി ഇത് എന്താന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കുക. അതിനുശേഷം എന്നോട് ചോദിച്ചാൽ എന്തോ പ്രശ്നമുണ്ട് മനസ്സാറെ, നല്ല പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരുവിധം എനിക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയിനാണ്. പെയിൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് നിർത്തിയിട്ട് ചൂടുവെള്ളം വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ആ ത്രൂ ഔട്ട് എന്നോട് ആദ്യം പറഞ്ഞ 50 മിനിറ്റ് നമുക്ക് തരികയുള്ളെന്ന്. അപ്പോൾ ഈ 50 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ചോദിക്കണേ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകണോ, നമുക്ക് പോണ വഴിയിൽ ഏതെങ്കിലും ഇവിടെ നമുക്ക് ആളിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് എന്നോട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എടുത്തു പറയുമ്പോൾ ഇങ്ങനെ ചില പേരാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. പക്ഷേ പറയുന്നത് പോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഓരോ രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നത്, ഓരോരോ എന്താ പറയുന്നത് കനൽ വഴികളിലൂടെ വന്ന് അത് വിജയം ആക്കിയവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു 3 പെൺകുട്ടികളുണ്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡുകളിൽ വന്നതാണ്, ചേച്ചി അനിയത്തിമാർ. അപ്പോൾ സാധാരണ നമ്മൾ 3 പെൺപിള്ളേർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും നമ്മളുടെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ഒരു പ്രിജുഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും കുശുമ്പും കുന്നായ്മയും പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ്, മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇവർ സംസാരിച്ചത് മുഴുവൻ ബിസിനസ്സിനെ കുറിച്ചാണ്. ഇവരുടെ വീട്ടിൽ ബിസിനസ് ചെയ്ത് പാരമ്പര്യമാർക്കില്ല, കായമാണ് അവരുടെ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ആ ഏജ് ഗ്രൂപ്പിൽ ചെറിയ കുട്ടികളാണ്, ഒരു 25, 24, 26 വയസ്സൊക്കെയുള്ള കുട്ടികളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ബിസിനസ്, ഒന്നെങ്കിൽ ഒരു ബുട്ടീക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഹൈഫൈ സാധനങ്ങളൊക്കെ ആയിരിക്കും ആൾക്കാരുടെ മുമ്പിൽ നമുക്കൊന്ന്. പക്ഷേ ഇവർ സാധാരണ കായം അത് ഏറ്റവും നന്നായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി ഓരോ വീടുകളിലും കയറി ഇറങ്ങി അത് കൊടുത്തു. അപ്പോൾ അവരുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലും വരുന്ന ഓരോ ഗസ്റ്റുകളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ഹോമിൻ്റെ സാറ്, പിന്നെ നമ്മുടെ ജബ്ബാർക്ക ഇതുപോലെ പറയും, ഒരു വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന കൈവണ്ടി വരെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരൊന്നും ഒരു ദിവസം എന്താ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്ന് AC റൂമിലിരുന്ന് പൈസ ഉണ്ടാക്കി ഇന്ന് നമ്മൾ കാണുന്ന മികച്ച വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവർ പോയ ആ വഴികളുണ്ട്. ഇപ്പോൾ നമ്മുടെ KLM മാക്സിവായുടെ ഷിബു തെക്കുംപുറം സാറ് വളരെ ലളിത ജീവിതമാണ് ഇപ്പോഴും അദ്ദേഹം
നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാകുമ്പോൾ ആ മൂല്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു വലിയ കാറോ അല്ലെങ്കിൽ ആഡംബരമുള്ള ഒരു വസ്ത്രധാരണമോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കൊച്ചി ചിറ്റിലപ്പള്ളി സാർ നമുക്കറിയാം, ആ സ്കൂട്ടറിൽ ഈ പിന്നെ സ്റ്റെബിലൈസർ കൊണ്ട് നടന്ന് വിറ്റ ഒരാൾ. എന്തോ വാറൻ ബഫറ്റ് എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ചും കൂടെ ഒരു പുള്ളിയുടെ സ്കിൽ ഉപയോഗിച്ച് ഇത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് തോന്നുന്നത്. പുള്ളിയുടെ ഒരു സ്കില്ല് ഇൻവെസ്റ്റ്മെന്റ്, അതെ, സിമ്പിൾ ലൈഫിലാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോ അത് പണം ഉണ്ടാക്കാനുള്ള രീതി വേറെയാണ്. പറഞ്ഞതുപോലെ നമുക്കിപ്പം US ചെന്ന് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം വരുന്ന ഒരു ചായക്കടയുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വന്നൊരു കാറിൽ വന്ന് ഇരുന്ന് ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ ഇപ്പം ബിൽ ഗേറ്റ്സ് ആണെങ്കിലും മെലിൻഡ ആണെങ്കിലും അവരുടേതായിട്ടൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ CSR വഴി ഒരുപാട് ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകാർ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ സംരംഭകർ അല്ലെങ്കിൽ പൈസ ഉള്ളവരെന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയൊക്കെയോ ഉടായ്പിലൂടെ പൈസ ഉണ്ടാക്കി. പക്ഷെ അങ്ങനെയല്ല, അവരുടെ ഒരു ചിന്ത മാറി വരുന്നുണ്ട്, മാറണം എന്നുള്ളതാണ്. ഒരു തലമുറ, അതായത് പുതിയ തലമുറയ്ക്ക് ആ ഒരു ചിന്ത മാറി വരുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും മാറി വരുമ്പോഴാണ് നമുക്കൊരു സംരംഭകത്വ സംസ്കാരം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും, ഇപ്പം എൻ്റെ ഒരു വില്ലേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും സംരംഭകർ കുറവാണ്. എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അധ്യാപനം, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും. അപ്പൊ സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചു. നമ്മൾ അവരോട് പറയുമ്പം ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രശ്നമാണ്. നമ്മളെല്ലാം തൊഴിലെടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരു ഇതാണ്. സംരംഭകത്വത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവരുടെ തടയിലും വലിയ റിസ്ക്കാണ്, വലിയ പ്രശ്നമാണ്. എന്താ വിവാഹം കഴിക്കാൻ ഏജായ ആളാണെന്നുണ്ടെങ്കിൽ ആരെ സൈഡിൽ നിന്ന് വിവാഹം കഴിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഡീമോട്ടിവേഷൻ ഒരുപാട് കാര്യങ്ങൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാവരും സംരംഭകരാണോ എന്നല്ല പറയുന്നത്. പക്ഷെ അതിന് സ്കില്ലുള്ള ഒരു വിഭാഗമെങ്കിലും നമുക്ക് സ്കില്ലുള്ള വിഭാഗത്തിനും ഈ രീതിയിൽ തടഞ്ഞു വെക്കുകയാണ്. ഒരുപാട് പേര് അങ്ങനെ തടഞ്ഞ് ഈ പറയുന്ന പോലെ പലരും വീണാണ് എഴുന്നേക്കുന്നത്. ചിലരാണെങ്കിൽ ഒരു 200-300 പ്രോജക്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് അതിലൊരു 3-4 എണ്ണം വർക്കൗട്ട് ചെയ്ത് അതിലും നഷ്ടം സംഭവിച്ച് പിന്നീടായിരിക്കാം അവരൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വരുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ പല ആൾക്കാരും നമുക്കൊരു ആടിന്റെ സൈക്കോളജി ഉള്ള, ആടും സിംഹവും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. ആടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടമായിട്ടേ നടക്കത്തുള്ളൂ. അതിന് ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത ജീവിയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ശബ്ദമോ മറ്റോ കേട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ചിതറി ഓടുക ചെയ്യുന്നത്. അതിനൊരു ഫോക്കസ് ഇല്ലാത്ത ഒരു രീതിയാണ്. ആടിന് പല ഗുണങ്ങളും ഉണ്ടാവാം. പക്ഷെ സിംഹമാണെങ്കിൽ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാടും എന്തൊക്കെ ശബ്ദം ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം ആ ഒരു കാര്യത്തിലേക്കും ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഫോക്കസ് ഇല്ലായ്മയുടെ ഒരു പ്രശ്നവും ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ മുതിർന്നവരെ പൊതുസമൂഹം, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ M.Tech അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, എന്നിട്ടാണോ നീ പോയിട്ട് ഈ സമോസ ഉണ്ടാക്കുന്നത്? ചിലർ ആ ആളിന്റെ ഒരു ബിസിനസ്, ഇപ്പൊ നമ്മുടെ PC മുസ്തഫ ID ഫ്രഷിന്റെ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള, അപ്പൊ അദ്ദേഹം ഇഡ്ലി മാവ്, അതുപോലെ തന്നെ വടക്ക് ഒരു തുള ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്ത് വലിയൊരു ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരൻസ് അദ്ദേഹത്തിനോട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ, ഈ ഇഡ്ലി മാവ് വിട്ട് ജീവിക്കാൻ വല്ല മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടെ? അദ്ദേഹം അവിടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു വിജയത്തെക്കുറിച്ച് ആൾക്കാരോട് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന വിജയ കഥകൾ അത് നമ്മളെ തെളിയിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് പണം ഉണ്ടാക്കാം, നമ്മുടെ സ്കിൽസ് കൊണ്ടുവരികയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനപ്പുറം വെഞ്ചർ ക്യാപിറ്റലിനെ കുറിച്ചും ഒക്കെയുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അവർ നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് പോകുന്നത്.